ഊട്ടി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്നലെ നമ്മൾ ടോയ് ട്രെയിനിൽ കുണ്ണൂർ വന്ന് ഇറങ്ങി ഇവിടുന്ന് ലാംബ്രോക്ക് വ്യൂ പോയിന്റിലെല്ലാം പോയി. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കണ്ടിട്ട് ഇത് കണ്ടാൽ നന്നായിരിക്കും. ഇന്നാണ് കുണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ബസ്സിലും ടോയ് ട്രെയിനിലും ഊട്ടി വരെ പോവാം. രണ്ടിലും ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുക്കും. ഞാൻ ടോയ് ട്രെയിനിലാണ് പോകുന്നത്. ബസ്സിൽ ഇനിയും പോവാലോ. 7:45 ഈ വണ്ടി. ഏതാണ്ട് 9 മണിക്ക് അവിടെ എത്തും. ഇത് കഴിഞ്ഞാൽ ഇന്നലെ വന്ന മേട്ടുപ്പാളയം ഊട്ടി പാസഞ്ചറാണ് ഉള്ളത്. അതിവിടെ തന്നെ ഏതാണ്ട് 10:40 ആവും. നേരത്തെ തന്നെ വന്ന് ടിക്കറ്റ് എടുത്താൽ സീറ്റ് കിട്ടും. ലേറ്റ് ആവും തോറും തിരക്കും ആവും. ഇനി ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ മേട്ടുപ്പാളയം മുതൽ കുണ്ണൂർ വരെ സ്റ്റീം എഞ്ചിൻ ആണെങ്കിലും ഇവിടുന്ന് ആ എഞ്ചിൻ മാറ്റി പച്ച എഞ്ചിൻ പിടിപ്പിക്കും. ഇത് ഡീസൽ എഞ്ചിനാണ്. കുണ്ണൂർ മുതൽ ഊട്ടി വരെ മല അധികം സ്ലോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഡീസൽ എഞ്ചിനിൽ വണ്ടി കയറിക്കോളും. ഇതാണ് കൂടുതൽ എക്കണോമിക്കലും. എന്നാൽ ഇതും സ്റ്റീം എഞ്ചിൻ പോലെ പിറകിൽ നിന്നാണ് പവർ കൊടുക്കുന്നത്. കുറേ മലകൾ താണ്ടേണ്ടി വന്നാലും സ്ലോപ്പ് കുറച്ച് മലയെല്ലാം ഇടിച്ചാണ് പാളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യൂക്കാലി മരങ്ങളുടെ ഇടയിലൂടെയാണ് ഇനി വണ്ടി പോകുന്നത്. ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തതും ഈ ഒരു റൂട്ടിലാണ്. ദിൽസയിലെ ചെയ്യ ചെയ്യ സോങ്ങും കിലുക്കത്തിലെ സോങ്ങും സമ്മർ ഇൻ ബത്ലഹേമും അങ്ങനെ നമുക്കറിയാവുന്ന ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. യൂക്കാലി മരങ്ങൾ തീരും തോറും താഴെ ദൂരെ ഒരുപാട് ഗ്രാമങ്ങൾ കാണാനും പറ്റും. ബസ്സിലെല്ലാം വരുമ്പോൾ ഈ വഴിയിലൂടെയാണ് പോവുക. ഏതാണ്ട് 9 മണിക്ക് തന്നെ ഊട്ടി സ്റ്റേഷനിൽ നമ്മൾ എത്തും. 9:15 തന്നെ ഇത് കുണ്ണൂരിലേക്ക് തിരിച്ചു പോകും. പുറത്തിറങ്ങിയാലും എന്തേലും കഴിച്ചിട്ട് കറങ്ങാൻ പോകാൻ വിചാരിച്ച് റെയിൽവേയിൽ തന്നെ ക്യാൻറ്റീനിൽ കയറി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്ലീൻ ആംബിയൻസ്, നല്ല ഫുഡും ഇവിടെ കിട്ടും. ഫാമിലിക്ക് കയറാവുന്നതേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നേരെ എത്തുന്നതും ഊട്ടി ടൗൺ ഭാഗത്തേക്കാണ്. ബസ് സ്റ്റാൻഡിലാണുള്ള ആ ഒരു ഭാഗത്തേക്ക്. ഇനി വേണം എങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് കഴിച്ച് ജസ്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, സാർ ഊട്ടി മൊത്തം ചുറ്റി കാണിക്കും, കുറേ ഒരു 10-11 ഡെസ്റ്റിനേഷൻസ് കാണിക്കും ഒരു ടെമ്പോ ട്രാവലറിൽ. അപ്പോൾ അതിന് 300 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ നഷ്ടമില്ലാന്ന് തോന്നിയിട്ട് ഇന്ന് അതെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കാം. ഫുഡ് റെയിൽവേ സ്റ്റേഷനിൽ കഴിക്കണം. ബെസ്റ്റ് ഫുഡാണ്, വളരെ റേറ്റ് കുറവുമാണ്. 300 രൂപയ്ക്ക് ഒരു 1 ഡേ കറക്കി കാണിക്കും. അതിൽ തന്നെ ഏതാണ്ട് 8 to 10 സ്ഥലങ്ങൾ ഇതിൽ പെടും. ഏതാണ്ട് 15 മേലെ ആളുകൾ ഈ വണ്ടിയിലുണ്ട്. ഒറ്റയ്ക്ക് വെഹിക്കിൾ ഇല്ലാതെ വരുന്നവർക്ക് ഇതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഇതിൽ എൻട്രി ടിക്കറ്റ് മാത്രം നമ്മൾ എടുക്കണം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ റോസ് ഗാർഡൻ ആണ്. ഊട്ടിയിലെ എല്ലാവരും വരുന്ന വളരെ പേര് കേട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണിത്. വണ്ടി പാർക്ക് ചെയ്ത് നമുക്കൊരു ടൈം തരും കണ്ട് തിരിച്ചു വരാൻ. ഇത് ഇന്ന് ഗവൺമെൻറ് റോസ് ഗാർഡൻ ആണ്. മുൻപ് ഇതിനെ ജയലളിത റോസ് ഗാർഡൻ എന്നൊക്കെ വിളിച്ചിരുന്നു. ചതിച്ച് ഇവിടെ ഒരു പൂ പോലും ഇല്ല. മഴ കാരണം പൂവില്ലാന്നാണ് അവർ പറയുന്നത്, കൊഴിഞ്ഞു പോയിന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് സീസൺ അല്ലാഞ്ഞിട്ടാണോ എന്തോ, കണ്ടോ എവിടെയും പൂവില്ല. വലിയ റോസ് ഗാർഡൻ, 40 രൂപ ടിക്കറ്റ്, പൂവില്ല. എന്ത് ചെയ്യാനാ, ഊട്ടി വന്ന സ്ഥിതിക്ക് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ ഓരോ പൂവുണ്ട്. എന്താ ശോകം, മുറി ശോകം. ഇതിനേക്കാ റോസാപ്പൂ എൻ്റെ വീട്ടിലുണ്ടല്ലോ ദൈവമേ. എന്ത് കാണാൻ അതിലും മാത്രം. അല്ലെങ്കിൽ പൂവില്ലാത്ത ഓഫ് സീസണിൽ ഇവർ ടിക്കറ്റ് ഒന്ന് കുറച്ച് വയ്ക്കാം. എവിടെ ഇതാ ഒരു പൂ. ഓരോ പൂക്കൾക്കും പേരെല്ലാം ഉണ്ട്. സ്വീറ്റ് വാട്ടർ, സാറ്റലൈറ്റ്, ഇല്ലോണ, ഫോർച്യൂണ ഉണ്ടോ. എല്ലാത്തിനും ഓരോ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം പലതരം പൂക്കളെന്ന് തോന്നുന്നു. പക്ഷേ പൂക്കളൊന്നുമില്ല. സമ്മർ ഡ്രീം, ലാംസെ, എന്തോ ഒരു പേര്. നഷ്ടം. ഫസ്റ്റ് സ്ഥലം തന്നെ ഇങ്ങനെ പോയി. ഇനി ബാക്കിയുള്ള സ്ഥലം എന്താവും? നിലമണ്ടം. സ്ഥലം നല്ല സ്ഥലം കേട്ടോ. പൈൻ ഫോറസ്റ്റ് ഒക്കെ. ഏപ്രിലാണ് ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞത്. പക്ഷേ ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ തണുപ്പുണ്ടാവില്ല, നല്ല വെയിലുണ്ടാവുക. വെള്ള റോസ് മനസ്സിലാണ്. അപ്പോൾ ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടാവുക.
പക്ഷെ അപ്പോഴാണ് ഇവിടെ ഫുൾ സീസൺ. നല്ല പൂക്കൾ, ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. സംഭവം ചെടികളെല്ലാം അവിടെ ഉണ്ട്, പക്ഷേ പൂക്കൾ മാത്രമില്ല. ഉണ്ടോ, ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ റോസാ ചെടികളുണ്ട്. കണ്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അരമണിക്കൂർ നമുക്ക് ടൈമുള്ളത് ഈ ഒരു ട്രാവൽസ് എടുത്ത് വരുമ്പോൾ. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, വീഡിയോയിൽ കാണില്ല. ചെറിയ തോതിൽ മഴ പൊടിയുന്നുണ്ട്. ഇഷ്ടംപോലെ ചെടികളെല്ലാം ഉണ്ട്, ഒറ്റ മരമുണ്ട്. ഒരു 100-200 മീറ്ററോളം ലെങ്ത്തിൽ ഉണ്ട്, പക്ഷേ പൂവില്ലാത്തതാണ് പ്രശ്നം. അടിയിലൊരു ഗാർഡൻ ഉണ്ട്. എന്തോ ഇതിന് വഴിയില്ല, വഴിയുടെ അനുസരിച്ചു. അവസാനം അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ചുമ്മാ അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. ഇത് സീസൺ അല്ലെങ്കിൽ പോലും ഇതെല്ലാം നല്ല വൃത്തിക്ക് വെട്ടി വൃത്തിയാകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ചേട്ടന്മാർ ഇതെല്ലാം വൃത്തിയാകുന്നുണ്ട്. ആ ചേട്ടൻ ചുമ്മാ നടക്കുന്നതാണ്, അപ്പുറത്തെ ആളാണ് ശരിക്കും വെട്ടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വല്ല ഗാർഡൻ ഇത് എത്രത്തോളം വൃത്തിയിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഇവിടെ അവർ അതെല്ലാം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. നമ്മുടെ നാട്ടിൽ നിന്നൊരു തമിഴ്നാട് ടൂറിസത്തിൽ മെയിൻ്റനൻസ്. നമ്മൾ ആ ഭാഗത്ത് നടന്ന് ഇത്രയും ദൂരം നടക്കും. അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. ഇവിടെ ഒരു എൻട്രൻസ്, ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ച് ഞാൻ തരാം. ഇത് രസമാണ്. മൊത്തം സ്റ്റെപ്പായ വീടുകളും കുറേ കടകളും, താഴത്തൊരു ഗ്രാമം. ഇതൊക്കെ ഒരു ഗ്രാമം തോന്നുന്നു. ബാക്കിലത്തെ മലകളും കാണാൻ നല്ല രസമാണ്. ഇപ്പം ആകുമ്പോൾ ചെറിയൊരു കോട ഇറങ്ങും. ഇതിവിടെ കണ്ടാണ് ഏരിയൽ വ്യൂ ഓഫ് 3rd ടെറസ്. മീൻസ് 3 ടെറസായിട്ടാണ് അതുള്ളത്. ഇതിൽ മൊത്തത്തിലുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ് 14 ബെഡ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ടോട്ടൽ നമ്പർ ഓഫ് വെറൈറ്റി 730 വെറൈറ്റി റോസസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് 3100 പ്ലാന്റ് ഉണ്ട്. ഇത് മൊത്തത്തിൽ എന്തല്ലേ 3100 റോസാ ചെടികളും 730 വെറൈറ്റി. ആ വെറൈറ്റികളുടെ എല്ലാം പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ വായിച്ചു, പിന്നെ വായിക്കാൻ പറ്റാത്ത കുറേ ഉണ്ട്. എല്ലായിടത്തും വരും, എല്ലായിടത്തും റോസാ ചെടികളാണ്. അടുത്ത ഏപ്രിൽ എന്തായാലും ഇവിടെ വരണം. കാരണം റോസാ ചെടികൾ ഏപ്രിലിൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഫുള്ള് പൂത്ത് നിൽക്കുന്ന ഒരു വീഡിയോ എന്തായാലും എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഇത് ചെറുതായിട്ടൊന്ന് നഷ്ടം പറ്റിപ്പോയി. അപ്പോൾ എന്തായാലും ഒരു വട്ടം ഏപ്രിലിൽ വരണം. എന്നിട്ട് ഫുള്ള് പൂത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നതാണ്. ഇപ്രാവശ്യം എങ്ങനെ പോട്ടെ, ബാക്കി സ്ഥലങ്ങളിലൂടെ നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഇനിയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് കാമരാജ് സാഗർ ഡാം, 9th മൈൽ ഷൂട്ടിംഗ് സ്പോട്ട്, പൈൻ ഫോറസ്റ്റ്, പൈക്കര ഡാം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് ഇതെല്ലാം എടുക്കാൻ എളുപ്പമാണ്. കാരണം ഊട്ടി ഗുഡല്ലൂർ റോഡിൽ വരിയായിട്ടാണ് ഇതെല്ലാം കിടക്കുന്നത്. ഈ വഴി ഫസ്റ്റ് എത്തുന്നത് കാമരാജ് സാഗർ ഡാമിലേക്കാണ്. ഇതിനെ സാന്റിനെല്ല റിസർവോയർ എന്നും വിളിക്കും. ഏതാണ്ട് 26 മില്യൺ ക്യൂബിക് മീറ്റർ കപ്പാസിറ്റി വെള്ളം ഇതിലുണ്ട്. പക്ഷേ ഒരുപാട് നാളായി ഇതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി നിർത്തി വെച്ചിട്ട്. യൂക്കാലിപ്സും പൈൻ മരങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും അധികം കാണാനും കറങ്ങാനും ഇല്ല, ജസ്റ്റ് ഈ പുറത്തുനിന്ന് കാണുന്നേ ഉള്ളൂ. ഇവിടുന്ന് നെക്സ്റ്റ് എത്തുന്നത് ഫേമസ് ഊട്ടി പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റ് ആയിട്ട് നാട്ടിൽ വാഗൺ പോയാലും കാണാം. 20ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. പിന്നീട് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുകയും ചെയ്തു. നല്ല തണുപ്പത്ത് ഇവിടെ ചുമ്മാ നടക്കാൻ തന്നെ നല്ല രസം. ഒക്കെ നടന്നിട്ടുള്ള ഒരു ഏരിയാസാണ്. കാര്യമായിട്ടൊന്നുമില്ല, മൊത്തം പൈൻ മരങ്ങൾ അത്ര തന്നെ ഉള്ളൂ. ഒരുപാട് കുരങ്ങന്മാരുണ്ട്, പക്ഷെ അത് കുറച്ച് ഡേഞ്ചറാണ്. നന്നായി നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടിപ്പറിച്ച് പോകുന്നുണ്ട്. അത് പക്ഷെ നന്നായൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. സംഭവം കൊള്ളാം. ഒരു വട്ടം വന്ന് പോകാനുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ വാഗമണിൽ ഇതുപോലെ ഒരു പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ ടിക്കറ്റൊന്നുമില്ല. അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ടിക്കറ്റ് ഇല്ല. ഓപ്പൺ എൻട്രി ആണ്. ഒരു കപ്പിൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. നല്ല തണുപ്പുണ്ട്. ഒരു കുതിര സഫാരി ആ ഒരു പോയിന്റിലുണ്ട്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേര് അതിന് നിൽക്കുന്നുണ്ട്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്.
നൈസായിട്ട് മാറാം, അല്ലെങ്കിൽ അന്ന് മേത്ത് കയറുന്നുണ്ട് വിറ്റങ്ങളെല്ലാം. ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്, മലയാളികളും തമിഴ് പീപ്പിളും എല്ലാവരും ഉണ്ട്. നമ്മുടെ ബാക്കിലുള്ളതാണ് പൈൻ ഫോറസ്റ്റ് ആൻഡ് 6th മൈൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, ആ ഒരു ഓപ്പൺ ഏരിയ, ഈ ഒരു ഓപ്പൺ ഏരിയ. ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ല. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരവിച്ച് പോകുന്ന തണുപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു മഴച്ചാറ്റലും ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. തൊട്ട് താഴെ ഉണ്ടോ ക്യാബേജാ, എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ക്യാബേജിൻ്റെ ഒരു ചെറിയ ഫാമാണ്. അവിടെ വേറെന്തോ ഫാമുണ്ട്, ചെറിയൊരു മല ഉണ്ട്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇനി എത്തുന്നതാണ് ബെൻലോക്ക് ഡൗൺസ് 9th മൈൽ ഷൂട്ടിംഗ് പോയിന്റ്. ബെൻലോക്ക് ഡൗൺ നേച്ചർ ട്രെയിലിൽ അതാണ് എൻട്രൻസ് ടിക്കറ്റ് എത്രയോ ഉണ്ട്. അതാ അഡൾട്ടിന് 30, ക്യാമറ 50, വീഡിയോ ക്യാമറ 7 മണി മുതൽ 6:30 വരെ. ഒരുപാട് തമിഴ് മൂവി സോങ് ഷൂട്ട് ചെയ്ത സ്ഥലമായതുകൊണ്ടാവാം ചുമ്മാ കിടക്കുന്ന ഈ സ്ഥലം ടിക്കറ്റൊക്കെ എടുത്ത് പിക്നിക് സ്പോട്ട് ആക്കിയത്. കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഒരു മുട്ടക്കുന്ന് മാത്രമാണോ എന്തോ. കുറേ ഫിലിം ചക്കർ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. കുറേ ഷൂട്ടിംഗ് സ്പോട്ട് നടന്നിട്ടില്ലാന്ന് പറഞ്ഞത്. കൊള്ളാം, നല്ല വഴിയെല്ലാം വെട്ടി. ഈ വഴി എന്തിനാ വെട്ടിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ആൾക്കാരിങ്ങനെ പോകുന്നതെങ്കിൽ വണ്ടികൾ പോകാനാണോ? പക്ഷെ വണ്ടികളൊക്കെ കയറ്റില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ മലയാളികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മലയാളികളുണ്ട്. മഴ നിന്നില്ല. ആ ഭാഗത്ത് കൊണ്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ ഭാഗത്ത് കൊണ്ടോ നല്ല കോടിറങ്ങുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബെസ്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലം. ചുറ്റുഭാഗത്ത് നല്ല മലകളും നല്ല പ്ലെയിൻ ഏരിയ ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും വരണം കേട്ടോ ഈ സ്ഥലത്തേക്ക്. അടുത്ത സ്പോട്ടാണ് പൈക്കാര വാട്ടർഫോൾസ്. പൈക്കര വാട്ടർഫോൾസിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ പൈക്കര ഡാമുണ്ട്. ഒരു 1.2 മെഗാവാട്ട് ഹൈഡൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡാം. അത് എന്തൊക്കെ അത്ര കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. പോകുന്നിടത്തൊക്കെ പോവാ, വണ്ടി നിർത്തുന്നിടത്തൊക്കെ ഇറങ്ങാം. പൈക്കാര വാട്ടർഫോൾ കാണാൻ മാത്രം ഒരുപാട് ഉള്ളോട്ട് നടക്കാനുണ്ട്. നല്ല രീതിയിൽ വൃത്തിയാക്കി ഒരു പ്ലേസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ടിക്കറ്റ് എടുത്ത് താഴേക്ക് ഒരുപാട് നടന്നു പോയാൽ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും. വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാലാണ് വാട്ടർഫോൾസിൻ്റെ ഏരിയ. ഇതാണ് പൈക്കര വെള്ളച്ചാട്ടം, പൈക്കര വാട്ടർഫോൾസ്. നമുക്കവിടെ ഡാം അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. എനിക്കിത് കണ്ടിട്ടേ നമ്മുടെ ആതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ ഏരിയ എനിക്ക് കറക്റ്റ് ഓർമ്മ വന്നത്. കാരണം വാഴച്ചാലിൽ ഇതുപോലെ നല്ല പ്ലെയിൻ പോയ ഏരിയയിൽ നിന്ന് മേലെ ഡൗണായി വരുന്നൊരു ഫീലാണ് ഇത്. പക്ഷേ ആ ഒരു ഫീൽ എനിക്ക് വരുന്നത് ലൈക്ക് കാട്, അതിൻ്റെ ഇടയിലുള്ള വെള്ളച്ചാട്ടം, സ്ലോപ്പ്, കറക്റ്റ് ഫീലിംഗാണ് വരുന്നത്. പൈക്കാര ലേക്കിൽ നിന്ന് വരുന്ന വെള്ളം ഡാം വഴി പൈക്കര റിവറായി മാറുകയാണ്. ആ റിവർ ഈ ഭാഗത്ത് ഇങ്ങനൊരു വെള്ളച്ചാട്ടവും വന്ന് അതും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി. ഈ പോകുന്ന വെള്ളമാണ് ഗ്ലെൻമോർഗൻ ഡാം റിസർവോയറായി മാറുന്നത്. നല്ല ഫോട്ടോസ് കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. ഇവിടുന്ന് നമ്മൾ നേരെ എടുക്കുന്നത് പൈക്കര ബോട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. നമുക്കിവിടെ ഈ ചെറിയ ബോട്ടിംഗ് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഞാനവിടെ ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി.
നെക്സ്റ്റ് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോയത്. ഊട്ടിയിൽ ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ടെങ്കിലും ഇതിനുള്ള കൊക്കോ വരുന്നത് പുറത്തുനിന്നാണ്. ഇവിടെ കൊക്കോ നിർമ്മാണം ഇല്ല. ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റും വാങ്ങി തിരിച്ച് ഊട്ടി ടൗൺ പോയി ഒരു റൂം എടുത്തു. ഇനി ഊട്ടി നൈറ്റ് ലൈഫിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.